ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് ഡബ്ലിനിലെ ആട്ടൈ എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ ഡൈനോസർ ലൈവിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകിൽ നല്ല കിടിലൻ ഡൈനോസറിനെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഒരു ഡൈനോസറിൻ്റെ എക്സിബിഷൻ സെൻ്ററാണിത്. അപ്പം നമ്മളത് കാണാൻ വന്നിരിക്കുകയാണ്. നല്ല കിടുക്കാച്ചി ഡൈനോസറുകൾ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വരാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോസുമായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ അയർലൻഡ് ഒന്ന് കവറപ്പ് ചെയ്യുക. നമ്മുടെ വെക്കേഷൻ ടൈം ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അയർലൻഡ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാന്. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിപ്പം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ജസ്റ്റ് അപ്പം നെക്സൻ്റെ ഫാമിലി ഉണ്ട്, പിന്നെ അഞ്ചുൻ്റെ അമ്മയുണ്ട്. അപ്പം ഒരു പപ്പയും അമ്മയും ഭർത്താവും പറയാണ്. അവരുടെ നിത്യമുണ്ട്, പിന്നെ ജോക്കറ്റിനുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ശരിക്കും ഡൈനോസ് അലൈവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡൈനോസ് അലൈവ് എന്ന് പറയുന്ന സ്ഥലമല്ല, ആട്ടൈനിലാണ് ഇത് വരുന്നത്. നമുക്ക് വിശാലമായ കാർ പാർക്കിംഗ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ഡൈനോസ് അലൈവ് ഇംപ്രസീവ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും മിക്കവാറും ഈ സമ്മറിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഉള്ളിലോട്ട് കയറി നമ്മൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുകയാണ്. ബട്ട് ഒരു വേർത്ത് ആണ് കേട്ടോ. ശരിക്കും പറയുന്നത് നല്ലൊരു വേർത്തായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നമുക്ക് ടിക്കറ്റിൻ്റെ കൺഫർമേഷൻ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ടിക്കറ്റ് പ്രൈസിങ്സ് വരുന്നത്. അപ്രോക്സിമേറ്റ് പ്രൈസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഓൺലൈനിലാണ്. ഓൺലൈൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കയറാം. അവരെ ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു മുട്ടയുണ്ട്. അപ്പം കണ്ടിന്യൂ ടു ദ എക്സിബിഷൻ. അപ്പോൾ ഇതൊരു എക്സിബിഷൻ സ്ഥലമാണ്. അപ്പം കയറി വരുമ്പോൾ വലിയൊരു ഗുഹയ്ക്കകത്താട്ടോ നമുക്ക് സംഭവം. അതിൽ എന്താ പറയുക, ഒരു രക്ഷയില്ല. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അവർ ശരിക്കും നമ്മുടെ ഡൈനോസറിൻ്റെ ഫോറസ്റ്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫീലാണ് അവർ എല്ലാം ചെയ്തത്. നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മേക്ക് ഓവർ അവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു ലൈവ് ഫീൽ ചെയ്യുന്ന പണ്ടത്തെ സോ ഒരു എന്താ പറയുക, ഒരു ലൈവ് ഫീലിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഡൈനോസർ സൗണ്ടും അതുപോലെ തന്നെ പുറത്തുള്ള ഒരു പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഇത് ശരിക്കും ഒരു കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണ്. ആ ഒരു സംഭവം അവർ നല്ലോണം എടുത്തെന്ന് തന്നെ പറയാം. നല്ലോണം അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ശരിക്കും ഡൈനോസറിൻ്റെ ആ ഫീലും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം നമുക്കിവിടെ വരും. ഓരോ ഡൈനോസറിൻ്റെ അടിയിലും അതെന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ ജീവിത ചരിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ടായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പലരുടെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് ശരിക്കും ഫീൽ ചെയ്യും. ശരിക്കും അത് എങ്ങനെയാണ് അതിൻ്റെ ഒച്ചപ്പാട് കാര്യങ്ങളും എല്ലാമായിട്ട് ബാക്കി കണ്ടാൽ ഇതിൻ്റെ മനസ്സിലാവും. നമുക്കിത് സിനിമ കാണുന്ന പോലെയാണ് എനിക്ക് സത്യം പറയാൻ എനിക്ക് തോന്നുന്നത്. ഒരു സിനിമ നമ്മൾ ഡൈനോസറിനോടെ ഒരു സിനിമ എങ്ങനെയാണ് കാണുന്നത്, വെറൈറ്റീസ് ഓഫ് ഡൈനോസർ, ഇത്രയും വെറൈറ്റീസ് ഓഫ് ഡൈനോസർ ഇവിടെ ഉണ്ട്. നമുക്ക് പലത്തിനും കാണാം. ഓരോന്നിൻ്റെയും നമുക്ക് പേരെടുത്ത് ഡീറ്റെയിൽ ചെയ്ത് കണ്ടോ. നമ്മുടെ റൈനോ ടൈപ്പുള്ള ഡൈനോ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലെന്തായിപ്പോൾ പലർക്കും എസ്പെഷ്യലി പിള്ളേർക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആകും. പിള്ളേരെയും കൊണ്ട് വരിക മസ്റ്റായിട്ട്. അതാണ് ശരിക്കും കാണുന്നത്. അവർക്കൊരു ശരിക്കും ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. നമുക്കായാലും ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും സിനിമയിൽ കണ്ടതുപോലത്തെ ഒരു ഫീലാണ് മൊത്തത്തിൽ വരുന്നൊരു ടിപ്പൊളിയാട്ടോ. നമ്മുടെ ഡൈനോസിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് കയറി വരുമ്പോൾ ഗുഹത്തോട്ടാണ്. ചെറിയൊരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇരുട്ടാട്ടോ. എന്താണെന്നറിയില്ല ഇത് സംഭവം. ഗൈസ് ഇതൊരു രക്ഷയില്ല. പോളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അക്യൂറിയാണ്. ശരിക്കും ഒരു അക്യൂറിയത്തിൻ്റെ എക്സിബിഷനാണ്. കംപ്ലീറ്റ് ഫിഷും കാര്യങ്ങളും അതിൻ്റെ ലൈറ്റിങ്സ് എല്ലാം ഉണ്ടല്ലോ. ശരിക്കും ഇത് പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നതാണ് കംപ്ലീറ്റ്ലി. നമുക്ക് ഭയങ്കര ഫീലാട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വമ്പ ഫീൽ. നമുക്ക് ശരിക്കും കടലിൻ്റെ അടിയിൽ പോയതല്ല. കാരണം ഇടയിൽ നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്ന് ലൈറ്റെല്ലാം ഓഫ് ചെയ്തും എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ. അത്രയും രസമാണ്. നമുക്ക് ഇഷ്ടംപോലെ മീനുകളെ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ ഷാർക്ക്, വീൽസ്, അങ്ങനെ പലതിനും കാണാം കേട്ടോ. നല്ലൊരു
ഫീലാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും ഒഴുകി നടക്കുന്ന ഒരു ഫീലാട്ടോ. ശരിക്കും ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ്. ഒന്നും പറയല്ല, ഇത്രയും ഉണ്ട് സംഭവം. എടുക്കട്ടടാപ്പാ. എനിക്ക് ക്ലിയർ ആവില്ല. ഇപ്പം കേട്ടില്ല. ഇവിടെ ഒരു ഡൈനോയുടെ മുട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കട്ടെ. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ നോക്കടാ വരുവാ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു 3D രൂപത്തിലുള്ള ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. സോ നമ്മൾ ഒരു കാടിൻ്റെ അകത്തൂടെ പോയാൽ എങ്ങനെ ഫീൽ ആവും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ 3D 7D എക്സ്പീരിയൻസ് പോലെയാണ് ഇത് വരുന്നത്. അടിപൊളിയായിട്ട്. ഇത് പക്ഷേ അഡീഷണൽ പേയ്മെൻ്റ് ഉണ്ട്. സോ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്കത് ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ശരിക്കും ഡൈനോയുടെ ഒരു അസ്ഥി കൂടെ ആയിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് ഒറിജിനൽ ആയിരിക്കുമെന്ന്. ബട്ട് എന്തായാലും ഒരു മണലെല്ലാം ഇട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പിള്ളേർക്ക് ഇതിനും ഡൈനോസിൻ്റെ അസ്ഥികളും കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഇവിടെ. അവർക്ക് മണ്ണെല്ലാം മാറ്റി അതിൻ്റെ ഷേപ്പിലോട്ട് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ പിള്ളേർക്കായിട്ടും വലിയവർക്കായിട്ടുള്ള ചെറിയ ആക്ടിവിറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് ചെറിയ കാർട്ടൂണും കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഒരു ചെറിയ പ്രൊജക്ഷൻ വേറെ നമുക്കിവിടെ ഒരു ഡ്രോയിങ് എല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഡ്രോയിങ് എല്ലാം ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഓൾറെഡി ഡ്രോയിങ് നമുക്കിവിടെ പേരും കാര്യങ്ങളും എഴുതാം. സോ പലരും പേര് ഞങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോയി കാണുന്നവർ പേര് കണ്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതുപോലെ പേര് കണ്ടെന്നുണ്ട്. അതുപോലെ നമുക്ക് ഫോട്ടോഷൂട്ട്സ് ഉണ്ട്. സോ ഫോട്ടോസ് €7 നമുക്ക് 3 ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നമുക്ക് വേണ്ട ഏത് രീതിയിലാണ്. ഇവിടെ ജോക്കുട്ടൻ പെയിൻറ്റ് ചെയ്യാണ്. അപ്പോസ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പെയിൻറ്റ് ചെയ്തിട്ടോ. എല്ലാവരും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വാശിറി മത്സരമാണ്. ഞങ്ങളെല്ലാവരും തന്നെ പെയിൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. സോ പാർക്കിംഗ് ഫെസിലിറ്റീസ് നമുക്കിവിടെ വണ്ടി എടുത്താം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡൈനോ ലൈവിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം കാണാം. പോർട്ടബിൾ ടോയ്ലറ്റാട്ടോ. പോർട്ടബിൾ ടോയ്ലറ്റാണ്. സോ നിങ്ങൾ യാത്ര ചെയ്ത് വരുവാണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട. റെസ്റ്റ് റൂമുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ശരിക്കൊരു ലൈവ് ഡൈനോസർ
വേൾഡ് ആണ് നമ്മൾ കാണുന്നത്. ശരിക്കും ലൈവായിട്ട് നല്ലൊരു ഫീലാണ്. നമുക്ക് ശരിക്കും ഒരു ജുറാസിക് പാർക്ക് ആ മൂവി കണ്ട ഒരു എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം എങ്ങനെയായിരുന്നു? വീഡിയോയിൽ ഇഷ്ടപ്പെട്ടോ? കിടക്കാച്ചി വീഡിയോ അല്ലേ, നല്ല വൈബാണ്. സത്യം പറയാൻ നിങ്ങളെല്ലാം വന്ന് കാണണം. നമുക്കിത് കുറച്ച് കാലത്തേക്ക് ഉള്ളൂ, എനിക്കൊന്ന് 3 months 4 months കണ്ടേ ഉള്ളൂ ഇവിടുത്തെ എക്സിബിഷൻ സെൻറ്റർ തോന്നുന്നു. അപ്പം മറക്കണ്ട, നമ്മൾ ഡബ്ലിനിലോ ഇല്ല അയർലാൻഡിലോ ഉള്ളവരാണെങ്കിൽ വന്ന് കാണാൻ. നിങ്ങൾക്ക് ഞാൻ ലൊക്കേഷൻ ഞാൻ ടാഗ് ചെയ്തേക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പം രാവിലെ നമുക്ക് 9:30 മുതൽ നമുക്കിതിൻ്റെ എൻട്രിങ് ടൈം ഉണ്ട്. അതുപോലെ തന്നെ 7 മണിക്കാണ് ഇതിൻ്റെ എക്സിറ്റ് ടൈം. അപ്പം നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, ഇവിടെ വന്നും ടിക്കറ്റ് എടുക്കാം. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ലാഭവും കാര്യങ്ങളെല്ലാം. അപ്പം ഇത് വരുന്നത് ശരിക്കും ഡബ്ലിനിലെ ആട്ടൈൻ എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ആട്ടൈൻ മിസ്റ്റർ പ്രൈസ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, ആട്ടൈൻ സെൽറ്റിക്ഷ്യ ഫൈൻഡ് ഏഷ്യ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഡൈനോസർ ലൈവ് വരുന്നത്. അപ്പം വരിക, ഫാമിലിയായിട്ട് വരിക, എല്ലാവരും നല്ലോണം കാണുക, നല്ലൊരു വൈബാണ്, മറക്കണ്ട. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ദിസ് ഇസ് ജിംബി ജോയ്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.